പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് ഇഞ്ചി വിത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പല സ്ഥലങ്ങളിലും ഞാനത് കുഴിച്ചിട്ടു. അപ്പോൾ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടാക്കി അതിനുള്ളിൽ കുറച്ച് ഇഞ്ചി നടാമെന്ന്. അതിന് ബോക്സ് ഉണ്ടാക്കാനായിട്ട് കാര്യം നമ്മൾ വേസ്റ്റ് ഞാൻ പറയാറുണ്ടല്ലോ, ഞാൻ അടിച്ചു വരുന്നതും എല്ലാ വേസ്റ്റുകളും ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ട് അതൊരു കുറച്ച് നാൾ അങ്ങനെ ഇട്ട് നന്നായിട്ട് നനയൊക്കെ കൊടുത്ത് അങ്ങനെ ഇടും. കുറച്ച് നാൾ കഴിയുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ടാകും. അതെല്ലാം കൂടി എടുത്ത് ഗ്രോ ബാഗിൽ നിറക്കലും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് അതിനുള്ളിൽ ഇടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ആ വേസ്റ്റ് ഇനി അവിടെ ഞാൻ അടിച്ചു കൂട്ടിയില്ല, വേറെ ഭാഗത്തോട്ട് മാറ്റി തുടങ്ങി. അപ്പം നമുക്ക് ആ സ്ഥലം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പം അതിന് വേണ്ടിയാണ് ഇനി ബാലൻസ് കിടക്കുന്ന ആ വേസ്റ്റ് എല്ലാം കൂടി എടുത്തിടാമെന്ന് വിചാരിച്ചത്. അപ്പം ആ വേസ്റ്റ് ഇടാനായിട്ട് ഇഞ്ചി, മഞ്ഞൾ അങ്ങനെയുള്ള സാധനങ്ങൾ വെക്കുമായിരിക്കും നല്ലത്. കാര്യം എന്നാന്ന് പറഞ്ഞാൽ മണ്ണ് നന്നായിട്ട് മണ്ണും കല്ലും ഈ കരിയില പൊടിഞ്ഞതും എല്ലാം കൂടി ചേർന്ന് മിക്സ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ആ ഇഞ്ചി അങ്ങനെ നട്ടേക്കാം. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ബോക്സ് പോലെ ഓട് നമുക്ക് ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. അപ്പം എന്നാൽ അത് വെച്ച് കുറച്ച് ഇങ്ങനെ ഓട് വെച്ച് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ മണ്ണ് നിറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ പറമ്പിൽ പൂഴി അടിച്ച് ഇട്ട ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഒരു രണ്ട് വർഷമായിട്ടുള്ള അവിടെ പൂഴി അടിച്ചിട്ടിട്ട്. അപ്പം അത് വെള്ളപ്പൂഴി അടിച്ചിട്ടത് കാരണം നമ്മൾ നല്ലൊരു കൃഷിയൊന്നും അവിടെ ചെയ്തിട്ടില്ല. കാര്യം എന്നാന്ന് പറഞ്ഞാൽ വെള്ളപ്പുഴ അടിച്ചിട്ട് കഴിഞ്ഞാൽ അതിലിച്ചിരി വളങ്ങളൊക്കെ ഒന്നും ആവാതെ നമ്മൾ അധികം കൃഷി ചെയ്തിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ വെള്ളപ്പുഴി എന്ന് പറഞ്ഞാൽ ഒട്ടുന്ന തരത്തിലെ പൂഴിയാണ്, ഏറ്റവും വില കുറഞ്ഞ പൂഴി, ഗ്രാവലൊന്നുമല്ല. അതാണ് ആ കിടക്കണം. അതിനകത്ത് മൊത്തം കല്ല. നമ്മൾ ഈ പറമ്പ് കുത്തി കിളക്കുമ്പോഴത്തേക്കും കല്ലിങ്ങനെ പൊടിഞ്ഞു വരുന്നത് നമുക്ക് കാണാം. കണ്ട ആ ചുറ്റും കിടക്കാനും ഈ മണ്ണിനകത്ത് കല്ലാണ് ശരിക്കും. അത് പിന്നെ നമ്മൾ കൃഷി ചെയ്തൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ കൂട്ടിയിട്ടിരുന്ന മണ്ണെന്ന് പറഞ്ഞില്ലേ, ആ മണ്ണാണ്. ഈ മണ്ണെന്ന് പറഞ്ഞാൽ കരിയില പൊടിഞ്ഞത്, പച്ചിലകൾ ചീഞ്ഞതും എല്ലാം കൂടി ഇങ്ങനെ കിടന്ന് അത് കൂട്ടി ഇട്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറമ്പൊക്കെ വൃത്തിയാക്കിയപ്പോഴത്തേക്കും എന്നാൽ ഇനി അതും കൂടി അങ്ങ് എടുത്ത് മാറ്റി ആ ഒരു ഭാഗം ക്ലിയറായി കിട്ടുമല്ലോ. അപ്പോൾ ഇത് എങ്ങോട്ട് കളയുമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഇഞ്ചി നടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അത് എനിക്ക് എടുത്ത് ആ ബോക്സിലോട്ട് ഇട്ട് തരുവാണ്. അപ്പോൾ ഇട്ട് തരുമ്പോൾ അതിനകത്ത് നിറച്ചും കല്ലുണ്ട്, കരിയിലകളുണ്ട്, മറ്റ് വേസ്റ്റുകളെല്ലാം ഉണ്ട്. അതപ്പോൾ നമ്മൾ ഒരാൾ ഇട്ട് തരുമ്പോൾ ഒരാൾ അവിടെ നിന്ന് അത് കറക്റ്റായിട്ട് നോക്കി അതിൻ്റെ കല്ലും മറ്റ് വേസ്റ്റുകളൊക്കെ മാറ്റിയെടുക്കണം. നല്ല വളമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ സ്ഥിരം എടുക്കുന്ന ആളല്ല. അത് കാരണം ഇതിനകത്ത് വേറെ പല കാര്യങ്ങളും കയറി വരുന്നുണ്ട്. കൃഷി മാത്രമല്ല, വേറെ പല കാര്യങ്ങളും പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ബോക്സിനകത്തോട്ട് മണ്ണൊക്കെ കൊണ്ട് ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കല്ലും വേസ്റ്റുകളെല്ലാം ഞാൻ തിരിഞ്ഞു മാറ്റുവാണ്. അപ്പോൾ ഏകദേശം ബോക്സ് നിറച്ച് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കിപ്പം. അപ്പോൾ ഇതിനകത്ത് കിട്ടുന്ന ഈ കരിയില അല്ലെങ്കിൽ മറ്റ് പുല്ലുകളൊക്കെ വെച്ചതിൻ്റെ വേസ്റ്റുകൾ അങ്ങനെ നമുക്കിത് ഇങ്ങനെ ഇതാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതെല്ലാം ഞാൻ അതിനകത്ത് കുഴിച്ചിടുവാണ് ചെയ്യണത്. ഇപ്പം ഈ കാണിക്കുന്നത് എൻ്റെ ക്യാമറാമാൻ എടുത്ത വേറെ ഒരു കാര്യമാണ്. മോളാണ് ഇന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ നമ്മുടെ പ്ലാവേന്ന് ഒരു കുറേ ചക്ക താഴെ വീണ് അതെല്ലാം കൂടി എടുത്തു വെച്ചേക്കുന്നതൊക്കെയാണ് പുള്ളി എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മളിത് കരിയില ഇതിങ്ങനെ ക്ലീൻ ആക്കി നമ്മൾ കറക്റ്റ് വരുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്ന വേസ്റ്റ് എല്ലാം ഞാൻ ആ മണ്ണ് കുഴിച്ച് അതിനടിയിലോട്ടാക്കി നമ്മുടെ മേൽഭാഗം നല്ല വൃത്തിയായിട്ട് കിടക്കും. അടിയിൽ കരിയിലയും അങ്ങനെയുള്ള വേസ്റ്റ് എല്ലാം അടിയിൽ കിടക്കുകയും ചെയ്യും. അപ്പം അതെല്ലാം വൃത്തിയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ വളങ്ങൾ ഇടുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ എൻ്റെ ഇഞ്ചി അല്ലെങ്കിൽ മറ്റു മഞ്ഞളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ശകലം കോഴിക്കാഷ്ടമൊക്കെ പണ്ട് ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഉപയോഗിക്കുകയല്ല കേട്ടോ. കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കാഷ്ടം ഉപയോഗിച്ചിട്ട് എനിക്ക് വന്നതായിരിക്കാം, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ തെങ്ങൊക്കെ ആണെങ്കിലും അടിയിൽ നിന്ന് ഈ പുഴു കയറി കുത്തിപ്പോകും. ഇഞ്ചിക്കൊക്കെ ആണെങ്കിലും നല്ല കരിക്ക് കേടുണ്ടാവും. അങ്ങനെ എനിക്ക് കോഴിക്കാഷ്ടം ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഉപയോഗിച്ചാൽ എനിക്ക് വളരെ മോശം അനുഭവമാണ് എനിക്കുണ്ടായത്. പക്ഷെ നന്നായിട്ട് വളരും കേട്ടോ, അത് വേറൊരു കാര്യം. പക്ഷെ വളരുന്നതിനേക്കാളും കൂടുതൽ എനിക്കത് അത്ര സുഖമല്ല കോഴിക്കാഷ്ടം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. അത് കാരണം ഞാൻ ഇഞ്ചി, മഞ്ഞളിന് ഒന്നും തന്നെ ഇടാറില്ല, ചാരം മാത്രമേ ഇടാറുള്ളൂ. ഇഞ്ചിക്ക് ഞാൻ കൂടുതൽ ഇടുന്നത് ഈ വേപ്പും പിണ്ണാക്കാണ്. വേപ്പും പിണ്ണാക്ക് ഞാൻ തൂളിയിട്ടുണ്ട്. വേപ്പും പിണ്ണാക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഇഞ്ചി കുഴിച്ച് വെക്കുകയാണ്.
ഇഞ്ചി നമുക്ക് അത്യാവശ്യം വീട്ടാവശ്യത്തിന് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. പക്ഷെ എനിക്ക് ഇഞ്ചി നേരത്തെയൊക്കെ നല്ല രീതിക്ക് ഉണ്ടാകുമായിരുന്നു. ഓരോ വർഷവും അത് ഓരോന്നിൻ്റെയും വിളവിനനുസരിച്ചായിരിക്കുമല്ലോ എങ്ങനെയാണ് കിട്ടുന്നതെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചി നമുക്ക് കിട്ടാറുണ്ട്. അപ്പം ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.